അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നാം എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ റമദാൻ മാസം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു വെക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയത്ത് ഓരോരുത്തരും അവലോകനം ചെയ്യുക, എൻ്റെ ജീവിതത്തിൽ എത്രയോ റമദാനുകൾ കഴിഞ്ഞുപോയി. ആ കഴിഞ്ഞുപോയ റമദാനുകളിൽ ഞാൻ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തു, എന്തെല്ലാം ചെയ്തു. എൻ്റെ മറുപടി ഒന്നും വേണ്ടതുപോലെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ എങ്കിലും എനിക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഭാഗ്യം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഓരോരുത്തരും ഓരോ പ്ലാനിങ് ചെയ്തു വെക്കണം. ഈ റമദാനിൽ ഞാൻ എന്തൊക്കെ ചെയ്യും, എത്ര ഖത്മ് ഞാൻ ഓതി വെക്കും, അതിനെ ഏതെല്ലാം സമയത്ത് ഞാൻ ഓതും, എന്തെല്ലാം ഞാൻ എൻ്റെ ദിക്റുകൾ, അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഈ റമദാനിൽ ഞാൻ ചെയ്യും എന്ന് ഓരോരുത്തരും ഒരു പ്ലാനിങ് ചെയ്തിട്ട് അത് തയ്യാറാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ റമദാനിലേക്ക് ഓരോരുത്തരും പ്രവേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വർഷത്തെ റമദാൻ പൂർണ്ണമായി നോക്കുവാനും ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെല്ലാം അതിൻ്റെ ഹക്ക് പോലെ അതിൻ്റെ ആദാബുകൾ പാലിച്ച് ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റൊരു കാര്യം ഞാൻ പറയുന്നു, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാത്ത മുഅ്മിനുണ്ടാവുകയില്ല. അപ്പോൾ ലൈലത്തുൽ ഖദർ കിട്ടാൻ എന്താണ് മാർഗം? ലൈലത്തുൽ ഖദറിൽ ഒരാൾ മൻഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം വിശ്വാസത്തോടുകൂടെ അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ അവൻ്റെ ചെയ്തുപോയ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുമെന്നാണ്. അത്രയും മഹത്വമുള്ള, 1000 മാസത്തിനേക്കാളും മഹത്വമുള്ള ലൈലത്തുൽ ഖദർ എനിക്ക് ലഭിക്കണം എന്ന് ഓരോരുത്തരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. അതിന് മഹത്തുക്കൾ പറഞ്ഞ ഒരു മാർഗമുണ്ട്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം. മൻ സല്ലൽ മഗ്രിബ വൽ ഇശാ ഫി ജമാഅത്തിൻ ഹത്താ യൻഖദിയ ശഹ്റു റമളാൻ ഫഖദ് അഖദ മിൻ ലൈലത്തുൽ ഖദ്രി ബിഹദ്ദിൻ വാഫിരിൻ. ഒരാൾ മഗ്രിബും ഇശാഉം ജമാഅത്തായി റമളാൻ മാസം തീരുന്നതുവരെ നിസ്കരിച്ചാൽ, ജമാഅത്തായി നിസ്കരിച്ചാൽ അവനിക്ക് ലൈലത്തുൽ ഖദ്രിൻ്റെ വലിയ ഒരു വിഹിതം തന്നെ അവൻ പിടിച്ചവനാണ്, സ്വീകരിച്ചവനാണ് എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന എല്ലാ ഓരോരുത്തരും ഇന്ന് തന്നെ ഒരു പ്രതിജ്ഞ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ എനിക്ക് ലഭിക്കുക തന്നെ വേണം. അതിന് ഈ മാസത്തിലെ റമദാൻ മാസത്തിൻ്റെ ഒരു ജമാഅത്തും നഷ്ടപ്പെടുത്തുകയില്ല. പ്രത്യേകിച്ച് മഗ്രിബും ഇശാവും ഇമാം കൈകെട്ടുമ്പോൾ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്ത് തന്നെ ഇമാമിൻ്റെ കൂടെ പോയി ഞാൻ കൂടുമെന്നുള്ള പ്രതിജ്ഞ ഓരോരുത്തരും ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ ആ ഒരു ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.